അസ്സലാമു എല്ലാവർക്കും ജാസ്മിൻ ഹോം വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതൊരു തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാലക്കൂട്ടാണിത്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു മസാല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ബിരിയാണി മസാല തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്, അതായത് വലിയ ജീരകം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുകാമ്പൂ ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ഏലക്കായ, വളരെ ചെറിയൊരു പീസ് ജാതിക്കയുടെ കുരു ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇത് കൂടിപ്പോയാൽ നമ്മുടെ ഈ ഒരു മസാലയിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള 3 പട്ടയാണ്. ഒരു പീസ് ജാതിപത്രി ചേർത്ത് കൊടുക്കുക. ഞാനിതിവിടെ കൈവച്ചൊന്ന് പൊടിച്ചെടുത്തതാണ്. ഒരു പീസ് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. അത് ഞാൻ 2 നുള്ളി ചെറിയ ജീരകമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഷാജീരകം ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഷാജീരകം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ബിരിയാണി മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് പട്ട ചെറിയ പീസായി പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇതൊന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കന്നെ നന്നായിട്ട് റോസ്റ്റായി വരും. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു സ്മെല്ല് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊരു 3 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിവിടെ ഒരു 3 മിനിറ്റ് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഏലക്കായുടെയും വലിയ ജീരകത്തിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3-4 മാസമായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിരിയാണി മസാലയുടെ കൂട്ടാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറൊക്കെ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കണം, ഇല്ലെങ്കിൽ മസാലപ്പൊടി പെട്ടെന്ന് തന്നെ കേട് വന്നു പോവും. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്കിതൊരു സ്റ്റെയിനറിലൂടെ ഒന്ന് തരിച്ചെടുക്കാം. ചെറിയ പൊടികളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടിതൊന്ന് തരിച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. ഒരു 6 അല്ലെങ്കിൽ 7 തവണ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാലപ്പൊടി ഉണ്ട് ഇത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്